രേണു സുധീൻ്റെ കണ്ടന്റ് തന്നെയാണ്. അതായത് ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് രേണു സുധീൻ്റെ വീഡിയോ ഇട്ടിട്ട് അത്ര വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ രേണു സുധീനെ കുറ്റം പറഞ്ഞവർക്ക് മാത്രമായിരുന്നു റീച്ചൊക്കെ കൂടുതൽ. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില വീഡിയോസ് മാത്രമേ എനിക്ക് റീച്ചിൽ ഓടിയിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ 2000-3000 വ്യൂസാണ്. എന്നാലും എൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഒരു അർഹിക്കുന്ന ഒരു ഇത്, അതായത് അവർക്ക് എൻ്റെ കയ്യിൽ നിന്നും ചെറിയൊരു സഹായം ഞാൻ കൊടുക്കുന്നതായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു 48 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങേർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റീച്ചും കിട്ടിയിട്ടുണ്ട്, നല്ല തുകയും കിട്ടിയിട്ടുണ്ടാകും. അങ്ങേര് പ്രഖ്യാപിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതിൽ നിന്നും ഒരു ചെറിയൊരു വരുമാനം ഞാൻ രേണു സുധിക്ക് കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും പറയുകയാണ്, എനിക്ക് കിട്ടിയൊരു വരുമാനത്തിൽ നിന്നും അതിന് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി ഞാനൊരു ചെറിയൊരു വരുമാനം അതിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്മാർ വീണ് കിടക്കുമ്പോൾ നമ്മളാരും ചവിട്ടാൻ പാടില്ല. എല്ലാ അസുഖങ്ങളെല്ലാം മാറി വരട്ടെ. മാറി വന്നതിന് ശേഷം നമുക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഇപ്പോഴും എന്നാ ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫൈറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഏതായാലും രേണുവിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതാണിപ്പോഴും രേണുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് കീമോക്ക് പോയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി എത്രത്തോളം സമ്പാദ്യം ഉണ്ടെങ്കിലും ശരി, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ തകിടം മറിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് ഇതിൻ്റെ അകത്ത് കിട്ടിയില്ലെങ്കിലും ശരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി നമുക്കുള്ളതിൻ്റെ ഒരു ഓഹരി അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞതിന് ഞാൻ 100% അയാൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താ പറയേണ്ടത്, ഈ രേണു സുധി മാത്രമല്ല ഈ ഇങ്ങനെ എന്താ പറഞ്ഞാൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ രേണു സുധി മാത്രമല്ലായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ രേണു സുധി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരെ പറയുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അപ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള പണമുണ്ടാക്കുക എന്ന് മാത്രമായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോഴും ഒരു മനുഷ്യന്മാരോട് പോലും നായാ പൈസ അവർ ചോദിച്ചിട്ടില്ല, ഒരാളോട് പോലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്കതിന് താല്പര്യമില്ലായിരുന്നു. അവരെങ്ങനെയെങ്കിലും അധ്വാനിച്ച് ഇതിൻ്റെ പൈസ കണ്ടെത്തും എന്നുള്ളത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ധൈര്യമുണ്ടായിരുന്നു. അതാണ് അവർ എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടും അവർ പിന്തിരിയാഞ്ഞത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ചാനലിൽ തന്നെയാണ് ഇപ്പോഴും വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ വീഡിയോ എല്ലാം പരമാവധി കണ്ട് ഷെയർ ചെയ്ത് നല്ല ഒരു റീച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അകത്തൊന്നും കുറച്ച് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചികിത്സക്കുള്ള പണം എടുക്കാം, ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകൻ എന്ന് പറയുന്ന, അതായത് മൂത്ത മകൻ, സുധിയുടെ മകൻ എന്ന് പറയുന്ന ആ വിദ്വാനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നീ പോയി കാണണം. ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് പോലെ, അതായത് ക്യാൻസറൊന്നുമില്ല അല്ലെങ്കിൽ രോഗമൊന്നുമില്ല, അതവളുടെ അഭിനയമാണ് എന്നൊക്കെ പറയാനൊക്കെ ആൾക്കാരുണ്ടാകും. അതൊന്നും കേട്ട് നിൽക്കാതെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, അതായത് മനുഷ്യന്മാരുടെ കാര്യമാണ്. ആർക്കാണ് എന്താണ് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ നാട്ടുകാർ ഒരാൾ പോലും ഉണ്ടാവില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇപ്പോഴും നിനക്ക് പിന്നെ എന്താ പറയേണ്ടത്, നിനക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ട്, ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുപോലെ വ്ളോഗ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നിൻ്റെ ചുറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഉപദേശിക്കാനും നിന്നെ നേരെയാക്കാനും നീ കൊടുക്കണ്ടടാ പൈസ എന്നൊക്കെ പറയാനൊക്കെ 100 ആൾക്കാരുണ്ടാകും. പക്ഷേ നിനക്കെന്തെങ്കിലും ഒരു ഇത് ഡൗണ് ഒന്ന് നീ താഴ്ന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മനുഷ്യന്മാർ പോലും കൂടി ഉണ്ടാവില്ല. പക്ഷേ രേണു ഉണ്ടാവുന്ന എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെ നീ അവരെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ശരി, അവർക്ക് മനസ്സിൽ വല്ലാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ ശരി, നിന്നോട് അങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ 12 വയസ്സ് മുതൽ ഇതിനെ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ മാത്രം പോയിട്ട് കാണുക, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക, അതായത് ഒന്ന് ഫോണെങ്കിലും വിളിച്ച് ചോദിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനിയും അതായത് ഇതിൻ്റെ പിന്നെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപരമായ കമൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു പണ്ട് അങ്ങനെ നടന്നതുകൊണ്ടുള്ള ശിക്ഷയാണ്, അല്ലെങ്കിൽ രേണു ഇങ്ങനെ എന്താ പറയുക ദൈവമുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ രേണു ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഈ രേണുവിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് നടന്ന ടീം അത്രയുണ്ട്. അത് പറയാറുണ്ട്, നമ്പ്യാറും മറ്റേ നായരും മറ്റേ ഇവരെല്ലാം ഇല്ലേ, അല്ലെങ്കിൽ ഇതിലും മോശമായിട്ടില്ലേ നടക്കുന്നത്. അപ്പോൾ അവർ നടക്കുന്നത് എന്താ, ഇതൊന്നും കാണുന്നില്ലേ, രേണുവിൻ്റെ മാത്രമേ ദൈവം കാണുന്നുള്ളൂ.
അല്ല ദൈവത്തിന് ഇരുന്ന് കുത്തിയിരുന്ന് നോക്കലാ പണി? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതിലൊന്നും ഒരു കാര്യവുമില്ല. അതായത് ദൈവം കൊടുത്ത ശിക്ഷയാണ്, ദൈവം കാണുന്നില്ല, ഇതിലൊന്നും ഒരു ഇതുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിന് എതിരായിട്ടൊന്നും അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരാകെ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് റീൽസും കുറച്ച് കാര്യങ്ങളൊക്കെ അതിലവരൊരു പരിധി വരെ വിജയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ, അതുകൊണ്ട് അവർ ബിഗ് ബോസ് പോയി, ബിഗ് ബോസിന് ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ പറ്റി. ആ പൈസ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞ് ചികിത്സ തേടാനും പറ്റി. അതൊരു വലിയ കാര്യമല്ലേ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്നയാളുടെ വൈഫായി ഇരുന്ന് പിന്നീട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 15,000-20,000 രൂപ ശമ്പളവും വാങ്ങിച്ചിരിക്കുന്ന രേണു ആണെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ രേണുവിന് ഈ ട്രീറ്റ്മെൻറ്റ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സഹായമെല്ലാം വേണ്ടി വരും. അത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെല്ലാവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു തുക കിട്ടും. അതിലൊന്നും യാതൊരു സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരുടെ വായം നമുക്ക് എപ്പോഴും അടച്ചുപൂട്ടാൻ കഴിയില്ലല്ലോ. എന്താ പറഞ്ഞു കഴിഞ്ഞാലും പറയും കള്ളത്തരാണ്, എന്താ പറഞ്ഞാലും കള്ളത്തരമാണ്, അതേ പറയത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു മനുഷ്യനെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടച്ച് തുടച്ചിട്ട് അങ്ങ് നശിപ്പിച്ച് കളയണമെന്നില്ല, ഇതൊന്നുമില്ല. നമ്മൾ പറയാനുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോഗവിവരം പോയിട്ട് തോണ്ടിയെടുത്ത് അവർ പോകുന്ന വഴിയിലൂടെ ക്യാമറകൾ ചലിപ്പിച്ച് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി 15 പേരെ വെച്ച് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു 25 പേരെ വെച്ച് ഇതൊന്നും നമുക്കറിയില്ല, നമ്മൾ ചെയ്യാറുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ പുറകെ നിന്നും മാറാത്ത കുറേ ടീം ഇപ്പോഴും ഉണ്ട്. അത് അസൂയയും കുശുമ്പും കൊണ്ടാണ് കുറേയെല്ലാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ അസുഖം വന്നപ്പോഴും കുറച്ച് സന്തോഷമെല്ലാം ഉണ്ടാവും ചില ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ ഇനി ഇവളെ ആ തുള്ളിക്കളിക്കൽ ഉണ്ടാവില്ലല്ലോ, ഇനി ഇവളുടെ ആ ഒരു ഇതുണ്ടാവില്ലല്ലോ എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയന്നിട്ടാണ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാത്തത്. അതായത് മനസ്സിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ തുള്ളിക്കളിക്കലാടെ നിന്നില്ലേ, നിനക്ക് ഏതായാലും ഇങ്ങനെ വന്നല്ലോ, ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് കമൻറ്റ് എഴുതണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുക. കാരണം എന്താ അറിയുക, ആരെങ്കിലും ഇതെടുത്ത് വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവിക്കാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ രോഗമല്ലേ, ആ രോഗം മാറട്ടെ, അത്ര തന്നെ. രോഗം മാറിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോടെ. അല്ലാതെ ഈ രോഗം എന്നാ പറയേണ്ടത്, ഈ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് എന്താ വെച്ചാൽ ചവിട്ടാൻ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കഴിയുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ മുന്നോട്ട് വന്ന് സഹായിക്കുക, അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റീച്ചിലൂടെ ഇഷ്ടംപോലെ ആൾക്കാരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി റീച്ച് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രേണു സുധീനെ ആകെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും വ്യൂസ് കിട്ടിയത്. നല്ലത് പറഞ്ഞപ്പോഴൊക്കെ അവൻ്റെ ഒരു നല്ലത് പറയൽ, ഇവനൊന്ന് നേരം വെളുത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇത് കാണയില്ലായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കേ, ജീവിക്കട്ടെ. നന്ദി, നമസ്കാരം കേട്ടോ. ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒന്ന് ഷെയറും ചെയ്തോ, ഏതായാലും 4 ആളിലേക്ക് എത്തട്ടെ.